എവിടുന്നാ? അകത്തോട്ട് കയറിയിരിക്കൂ. വരിക, കേറി വരൂ. അങ്കിൾ വാ വാ ആന്റി. ആനിന്ന പേരല്ലേ? വന്നോളൂ. ഇവിടെ അങ്ങനെ ആയിത്തൊന്നും ഇല്ല കേട്ടോ. ആരാ മോളെ ഇത്? ഏട്ടൻ പറഞ്ഞിട്ട് വന്നതായിരിക്കും. സ്ഥലക്കച്ചവടത്തിനേ. ആ ഹസ്ബൻഡ് ടെമ്പിളിലാ കേട്ടോ. ഇപ്പൊ വരും. വരിക. ചെന്നോളൂ. വണ്ടി ഇവിടെ നിർത്തുക. നടയടയ്ക്ക് സമയമായില്ലല്ലോ. നേരത്തെ അടച്ചു. കാരണം ഒരു പാർട്ടി വീട്ടിലേക്ക് പോയിട്ടുണ്ടേ. കണ്ടാലറിയാം റിയൽ എസ്റ്റേറ്റുകാർ തന്നെയാ. മെഡിക്കൽ കോളേജ് ഇങ്ങോട്ട് വരാൻ പോയല്ലേ. ഭൂമിയുടെ വില ഇടിച്ചു കയറുക. വിശ്വനാഥ മേനോന്റെ 1.5 ഏക്കർ ഭൂമി ഇവരുടെ തലയിൽ ഞാൻ വെച്ച് കെട്ടും. 1.5 കോടി രൂപ. അപ്പൊ എനിക്കെന്താ കിട്ടുക? 5-6 ലക്ഷം രൂപ. ഇന്ന് നടവരെ എന്തുണ്ട് ക്ഷേത്രത്തില്? 5-6 രൂപയുണ്ട്. ഒരു പുഷ്പാഞ്ജലി പോലും വേണ്ട ആർക്കും. ഉള്ള ചില്ലറൊന്ന് ഏട്ടത്തെ ഏൽപ്പിച്ചേക്കണേ. മോളുടെ പല്ല് പഴുത്തിരിക്കുക. ഡെന്റിസ്റ്റിനെ കാണിക്കണമെന്ന് പറഞ്ഞിട്ട് കാലം കുറയായി. എന്റെ പ്രശ്നങ്ങളൊക്കെ ഇന്ന് തീരാൻ പോവുക. നീ വണ്ടി വിട് കാർത്തിയെ. വേഗം ആവട്ടെ. നോ നോ, ഐ ഡോണ്ട്. എന്തൊരു അസംബന്ധ ഇത്. നിങ്ങൾ ആരാ? ആ ഇതാ എന്റെ ഹസ്ബൻഡ്. ബാക്കിയൊക്കെ ഇവിടെ പറഞ്ഞാ മതി. ഹലോ, ഞാനാ മല്ലികാർജുനൻ. ക്ഷേത്രത്തിൽ വെച്ച് കണ്ടില്ലേ? ആ വിശ്വനാഥ മേനോന്റെ കണ്ണായ ഒരു സ്ഥലമുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഏട്ടാ, ഇവര് സ്ഥലക്കച്ചവടത്തിനൊന്നും വന്നതല്ല. എന്താ എന്താ ഈ പറയണേ? മനസ്സിലാവുന്നില്ല. വല്യമ്മേ, വല്യമ്മേ, ഇത് കേട്ടോ? ഏട്ടത്തെ എന്തിനാ ഒച്ച വെക്കുന്നേ? എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഏട്ടൻ പറഞ്ഞു തീർത്തോളും. എനിക്ക് ഭക്ഷണം എടുത്താ ഓട്ടോ ഉണ്ട്. ഓ ചാച്ചി, ഇതാ ആദ്യത്തെ സൂത്രം. വന്നപാടെ വല്യമ്മയുടെ കാലി വീണെന്നാ പറഞ്ഞത്. എന്താ എന്താ? അതെ, ഇവരിവിടെ താമസത്തിന് വന്നിരിക്കാന്ന്. ആര്യങ്കാവ് ഇല്ലത്തെ അവകാശികളാത്രേ. അവകാശങ്ങളോ? എന്താ? ആര്യങ്കാവ് ഇല്ലത്തെ അധികാരം പറഞ്ഞു വന്നിരിക്കുന്നവരുടെ പേര് കേൾക്കണോ? ആനി. ഏട്ടൻ ഇതൊക്കെ മാനേജ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടല്ലോ, ചെയ്തോളൂ. ശാന്തിപ്പണി മാത്രമല്ല മല്ലികാർജുന് വശമുള്ളത്. തട്ടിപ്പ് കൊണ്ട് ഇറങ്ങിയിരിക്കുക. എന്ത് അവകാശമാണ് നിനക്ക് ഈ മനയിലുള്ളത്? തിരുമേനി ക്ഷമയോടെ കേൾക്കണം. എന്ത് അവകാശമാണെന്നോ എന്തിനൂടെ വന്നതെന്നോ ഞങ്ങൾക്കറിയില്ല. ആ കുട്ടി കാണിച്ച വഴിയിലൂടെ വന്നതേ ഉള്ളൂ. മോളെ, നമുക്ക് പോവാം. മോളോ? അപ്പൊ വേഷം കെട്ടി ഇറങ്ങിയിരിക്കുക. ഞാനിപ്പോ പോലീസിനെ വിളിക്കും. കാർത്തിയെ ആ മൊബൈലിൽ എടുക്ക. എന്താ ഇവിടെ? ഇല്ല
അങ്കിൾ ഇവിടെ വരേണ്ട നിയോഗം അത് മാറ്റാൻ പറ്റില്ല. വേണ്ട ഗണേശ, ഇല്ല നമുക്ക് ആന്റി. പോവാം. മുത്തശ്ശി അതെ, ശ്രീകല ചേച്ചി അല്ല. പിന്നാരാ? മുത്തശ്ശി ഇതാരാ? മല്ലികാർജുന, എന്തൊക്കെയോ അത്ഭുതങ്ങളുണ്ട് ഇതില്. എങ്ങനെയാ ഇത്? ഉണ്ട് തിരുമേനി, ഒരുപാട് സിദ്ധികളുള്ള കുട്ടിയായത്. ഭൂതകാലത്തിലെ പലതും നേരിട്ട് അനുഭവിച്ചതുപോലെ ഇവൾ പറയാറുണ്ട്. പരമ്പരകൾക്കപ്പുറത്ത് ഏതോ ഒരു ജന്മത്തിൽ ഈ ആര്യങ്കാവിലത്തിലൊരു കണ്ണിയാണ് ഞാനെന്ന് എനിക്ക് വിശ്വസിച്ചേ പറ്റൂ. എനിക്ക് ഇവിടുന്ന് പോകാൻ കഴിയില്ല. മുത്തശ്ശി, ഞങ്ങൾ ഇവിടെ താമസിക്കാൻ അനുവദിക്കണം, അനുഗ്രഹിക്കണം. വലിയമ്മ ഇത് എന്ത് കരുതിയേട്ടാ? ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചു എന്ന് വെച്ച് ഇറങ്ങണപ്പുറത്ത്. തടയണ്ട, തടയാൻ ശ്രമിക്കേണ്ട തിരുമേനിയും. ഈ കുട്ടിയുടെ വാക്കുകൾ എനിക്ക് അത്രയ്ക്ക് വിശ്വാസമുണ്ട്. വാ. വലിയമ്മ, ഞാൻ പോലീസിനെ വിളിക്കും ഇപ്പം. മല്ലികാർജുനൻ ശബ്ദിക്കണ്ട. തട്ടിപ്പുകാരൊന്നും അല്ലെന്ന് കണ്ടാൽ അറിയാമല്ലോ. വീട്ടിൽ കയറി വന്നതല്ലേ. അനിയൻകുട്ടി വരട്ടെ, എന്നിട്ട് തീരുമാനിക്കാം എന്ത് വേണമെന്ന്. ഓഹോ, ഇത് ടൂ മച്ച് അല്ലേ കാർത്തികേ? ഏതോ പരമ്പരയിൽ പെട്ടതാന്നും പറഞ്ഞ ആളുകൾ കേറി വരിക, താമസിക്കുക. വല്യമ്മ അതിന് കൂട്ടും. താമസിക്കാനൊന്നും വല്യമ്മ പറഞ്ഞില്ലല്ലോ. തട്ടിപ്പുകാരായിട്ട് എനിക്കും തോന്നുന്നില്ല. ഓ, ദേ, ഇന്നത്തെ കാലത്ത് പറ്റിക്കാൻ നടക്കുന്നവരുടെ മുഖം നോക്കി ഒന്നും പറയാൻ പറ്റില്ല. ദേ, ഇപ്പൊ എന്നെ കണ്ടാൽ എന്തു തോന്നും? പറ കാർത്തിയെ. ഏട്ടനെ കണ്ട ഒരു തട്ടിപ്പ് പോലും കാണിക്കാത്ത ആളാന്ന് തോന്നുന്നു. അത് കാർത്തി എനിക്കിട്ടൊന്ന് വെച്ചതാ. വിശ്വനാഥ മേനോന്റെ 1.5 ഏക്കറിന്റെ കച്ചവടം ഒന്ന് നടക്കട്ടെ,
അപ്പൊ കാണാം അല്ലേ ഇന്ദു? ഓ ഞാൻ ഒന്നും വെച്ച് പറഞ്ഞതല്ലേ. ഒന്നും പറയണ്ട, നിന്റെ ഫോണിഞ്ഞ് തന്നെ. ഞാൻ എന്റെ അനിയൻകുട്ടിയെ വിളിച്ചൊന്ന് പറയട്ടെ. ഹലോ, അനിയൻകുട്ടി അല്ലയോ? ശ്രീകല അല്ലാന്ന് പറയാൻ കഴിയുന്നില്ല അല്ലേ ആർക്കെ? പിന്നെ ആരായിരിക്കും അത്? അതിന് മറുപടി പറയാൻ കഴിയുന്ന ആള് ഇവളാ. ഇവള് നിശ്ചയിക്കുമ്പോഴല്ല, ദൈവം നിശ്ചയിക്കുമ്പോ. എന്തൊക്കെയോ കെട്ടുപിണഞ്ഞു കിടക്കുക. ഇങ്ങ വാ. എന്താ പേര്? നിങ്ങളുടെയൊക്കെ പേരെന്താ? ഞാൻ മീനുട്ടി, ഇത് മാളൂട്ടി, ഇത് മണിക്കുട്ടൻ. ആന്റി ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ വല്യമ്മയുടെ അല്ല മുത്തശ്ശിയുടെ പെട്ടിയിലുണ്ടായിരുന്ന ഒരു ഫോട്ടോ അത് ആരുടെയാ? ഫോട്ടോ ഇല്ലല്ലോ. കണ്ടില്ല അനി, ഇവൾക്ക് മാത്രം അഴിക്കാൻ കഴിയുന്ന ഒരുപാട് കുരുക്കുകളുണ്ട്. പൂർവ്വജന്മങ്ങളിൽ ആ കുരുക്കുകൾ അഴിച്ചെടുത്തേ നമ്മൾ പോകും. ഏത് അന്യൻകുട്ടി വന്നാലും. നിന്റെ അച്ഛൻ മാത്രമല്ല, ഞങ്ങളുടെ ചെറിയച്ഛനും കൂടാ. അല്ല, എന്റെ അച്ഛനും ഞങ്ങളുടെ ചെറിയച്ഛനായിട്ടാ നിന്റെ അച്ഛനായത്. നിങ്ങളല്ല, എന്റെ അച്ഛനാ. മണിക്കുട്ടാ, നിക്കില്ല. മണിക്കുട്ടാ, നിക്കവിടെ. ഇല്ല. അപ്പൊ ശരി ഭാര്യ, നാളെ കാണാം. അനിയൻകുട്ടി ഇത് നേരത്തെ ആണല്ലോ. ലാസ്റ്റ് ട്രിപ്പ് മുടങ്ങി. ആ ചെറിയച്ഛൻ വന്നു. അച്ഛൻ വന്നു. ചെറിയച്ഛ, അച്ഛാ. ചെറിയച്ഛ, 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 അച്ഛാ. അച്ഛാ, കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. ഇങ്ങത്താ. നീ കണ്ടേ? കാർത്തു, അവരൊക്കെ ഒന്ന് വിളിച്ചേ. ചെറിയച്ഛ, കണ്ടോ? ധൃതി വെക്കാതെ, ഇതൊക്കെ നിങ്ങൾക്കുള്ളത് തന്നെയാ. ആ ഡാ, ആദ്യം നീ കോടതി കയറി നിൽക്ക്. ഇന്ന് ക്ലാസ് വിട്ടു വരുമ്പോ റോഡിൽ വെച്ച് എന്താ ഉണ്ടായത്? ഇനി എങ്ങനെ ചെയ്യോ? മറ്റു കുട്ടികളെ തല്ലുവോ? ഇത് മീനുട്ടി, ഇത് മാളൂട്ടി, ഇത് മണിക്കുട്ടന്. ഇനി എല്ലാരും പോയിരുന്ന് പഠിക്കും. ചെല്ലു ചെല്ലു ചെല്ലു. ഏതാ റൂട്ട്? ഈ ജന്മത്തിലെ കാര്യങ്ങൾ തന്റെ ഓർത്തുവെക്കാനും പരിഹരിക്കാനും കഴിയുന്നില്ല. സൂപ്പർ ഫാസ്റ്റ് ആയിട്ട് ഓടിയിട്ടു. അപ്പൊ പിന്നെ ഏതോ ജന്മത്തിലെ ബന്ധവും പറഞ്ഞ് അധികാരം സ്ഥാപിക്കാൻ വരുന്നതിന്റെ റൂട്ട് ഏതെന്നാ ചോദ്യം. അനിയൻകുട്ടി അല്ലേ? ആ, അനിയൻകുട്ടി KSRTCയിലെ കണ്ടക്ടർ. കാര്യങ്ങൾ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണമെന്നറിയില്ല. വിശ്വസിപ്പിക്കാനും പാടാ. അവകാശങ്ങളായിട്ട് വന്നതൊന്നുമല്ല.
ഈ കുട്ടിക്ക് ഒരുപാട് സിദ്ധികളുണ്ട്. മുത്തശ്ശിക്കറിയാം, ഒരിക്കലും ഇവിടെ വന്നിട്ടില്ലാത്ത കുട്ടി കൃത്യമായ ആ മുറിയിൽ ചെന്ന് ഫോട്ടോഗ്രാഫ് എടുത്ത് കാണിക്കുന്ന പറയുമ്പോൾ ഒന്ന് ഊഹിക്കാലോ. എന്താ വല്യമ്മേ, ആരുടെ ഫോട്ടോയാ എടുത്തെന്ന്? എന്റെ മോളുടെ അനിയൻകുട്ടി, ഈ വീടിന്റെ അകത്ത് പോയൊരു കിണ്ടി എടുത്തോണ്ട് വരിക എന്ന് പറഞ്ഞ അത്ഭുതമാ. അത്രേ ഉള്ളൂ. മുറി പോയി എന്തോ എടുത്തോണ്ട് വന്നു. വലിയമ്മയ്ക്ക് അത് കണ്ടപ്പോ നീയാണോ? കോടതിയിൽ കയറി നിൽക്ക്. ഇതാ ഇവിടുത്തെ ഒരു രീതി. കയറി നിൽക്ക്. നിൽക്കാൻ. ആ കൂട്ടിൽ കയറി നിൽക്ക്. ഇങ്ങോട്ട് നോക്കി നിൽക്ക്. ഇങ്ങോട്ട്. സിദ്ധികൾ ഓരോന്നായി പുറത്തെടുക്കുക. അത് അങ്ങനൊരു സിദ്ധികൾ പുറത്തെടുക്കുക. സർ, അങ്ങനെ പറഞ്ഞ ആവശ്യപ്പെടുമ്പോ ആ കുട്ടിക്ക് അങ്ങനൊന്നും പറയാൻ കഴിയില്ല. പറ, ഏത് ജന്മത്ത് ഏത് തായ് വഴിയിലാ നിനക്ക് കാര്യങ്കാവുമായി ബന്ധം? പറ. ഏത് സ്റ്റോപ്പിൽ നിന്ന് കയറി, ഏത് സ്റ്റാൻഡിൽ ഇറങ്ങി, ഏത് ഡിപ്പോയിൽ ഹാൾട്ട് ചെയ്തു എന്ന് പറ. ഡബിൾ ബെല്ലടിച്ച് എല്ലാത്തിനും ഓടിച്ചു കൊടുക്കാൻ കേട്ടല്ലോ. അനിയൻകുട്ടി, വേണ്ട. ഒരു കൊച്ചു ബാലനല്ലേ. ഗണേശ, വാ, നമുക്ക് പോവാം. ആർക്കെ, നമുക്കൊന്നും വേണ്ട, പോവാം. ശുദ്ധിയില്ലാത്തവർ കളരിയിൽ പ്രവേശിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? പരമ്പരയറ്റുപോകും. പിന്നെ ആ കണ്ണു വിളക്കി ചേർക്കാൻ ജന്മാന്തരങ്ങളുടെ പ്രായച്ചിത്തം വേണം. തങ്കത്തിനു മനസ്സിലായോ? അയ്യോ, ഗണേശ, മോനെ ഗണേശ, മോനെ, ഗണേശ, മോനെ, ഗണേശ, ഗണേശ, മോനെ, ഗണേശ, മോനെ, മോനെ ഗണേശ, മോനെ ഗണേശ, മോനെ. വല്യമ്മേ, എന്താ ഇത്? അനിയൻകുട്ടി ഒന്നും പറയണ്ട, ആരും ഒന്നും പറയണ്ട. അവരിവിടെ എങ്ങും പോകുന്നില്ല. നിശ്ചയമാണിത്. ആര്യങ്കാവ് തങ്കമന്ത്രജനത്തിന്റെ നിശ്ചയമാണിത്.